വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു പുതിയ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ അല്ല, കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു കുറച്ച് ഡൗട്ടുകൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഈ പ്രോഡക്റ്റ്, അതായത് വാസലിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇത് വാസലിൻ ഗ്ലൂട്ടാഹയ സെറം ആൻഡ് ബേസ്റ്റ് UV ലോഷൻ ആണ്. ഇതിൽ ഗ്ലൂട്ടാഗ്ലോ, ഹൈലറോണിക് ആസിഡ് ആൻഡ് പ്രോ റെറ്റിനോൾ ആണ്. ആൻഡ് ഇത് 10 times more powerful than vitamin C എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് നിയാസിനമൈഡ്, ഗ്ലിസറിൻ, ഗ്ലൂട്ടാഥയോൺ, SPF, റെറ്റിനോൾ, ഹൈലറോണിക് ആസിഡ്, അങ്ങനെ പെർഫ്യൂം, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇത് 10 times more powerful than vitamin C എന്നാണ് പറയുന്നത്. ശരിക്കും ഇതെൻ്റെ സെക്കൻഡ് ട്യൂബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. നമ്മൾ ഭയങ്കര ഒരു ഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പുറത്തൊക്കെ പോയാലും ഒരു SPF ഒക്കെ ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നൊരു സാധനം തന്നെയാണ്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആണ്. ഭയങ്കര സോഫ്റ്റാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബായി പോവുകയും ചെയ്യും. കണ്ടില്ലേ, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഫേസിൽ ഇടാൻ പറ്റില്ല കേട്ടോ. പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സെറാണിത്. ഭയങ്കര ഹൈഡ്രേഷൻ. ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് നല്ലൊരു ഫ്ലവറിൻ്റെ സ്മെല്ലാണ്. അത്യാവശ്യം നല്ലൊരു മണമാണ്. പക്ഷെ എല്ലാവർക്കും പിടിക്കണം എന്നില്ല. എനിക്ക് വലിയ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഇഷ്ടപ്പെടാണ്ടൊന്നും ഇരുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്തു, ഫസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ റിസൾട്ട് കിട്ടിയപ്പോൾ പിന്നെ എനിക്കിഷ്ടമായി. ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അത് ഈ ഒരു ഹൈഡ്രേഷൻ കണ്ടില്ലേ, ഈ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് പോകാം. എപ്പോഴും ഇങ്ങനെ ഒരു നല്ലൊരു ഹൈഡ്രേഷൻ ലോക്ക് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ വെച്ചേക്കും. കുറേ പേരുടെ ഡൗട്ടാണ്, ഇത് ഫേസിലിടാമോ, അല്ലെങ്കിൽ സ്കിൻ വൈറ്റൻ ആക്കുമോ, സ്കിന്നിന് ഡ്രൈനെസ് മാറുമോ, പിന്നെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്ന് ഒരുപാട് പേരുടെ ഡൗട്ടാണ്. ഫസ്റ്റത്തെ എല്ലാവരുടെയും ഡൗട്ടാണ് ഇത് ഫേസിലിടാൻ പറ്റുമോ എന്നുള്ളത്. ഫേസിലിടാം, ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഓൺ റിസ്കിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ബിക്കോസ് ചിലപ്പോൾ ചിലർക്ക് പിമ്പിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൽ ചെറിയ രീതിയിൽ പെർഫ്യൂമും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫേസിലിടുമ്പോൾ ചിലർക്ക് ചില സൈഡ് എഫക്റ്റ്, പിന്നെ ഇല്ലെങ്കിൽ ടൈനി ബംസ്, പിമ്പിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസിലിടാനായിട്ട് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നത് സ്കിൻ വൈറ്റൻ ചെയ്യുമെന്നുള്ളത്. സ്കിൻ വൈറ്റൻ ചെയ്യുന്നതായിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര വൈറ്റനിങ് ഫീലൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസ്. അത് ഞാൻ ഫേസിലല്ല യൂസ് ചെയ്തത്, ബോഡിയിലാണ്. എന്നാലും എനിക്കൊരു ഒരു ടാനിങ്ങിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. പക്ഷെ എനിക്ക് ചെറിയൊരു റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫേസിൽ നമുക്ക് ഒരു സിറമിൻ ലോഷൻ എന്നാണല്ലോ ഇത് പറയുന്നത്. അപ്പോൾ സിറമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഞാനൊരു സിറമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യില്ല. ബിക്കോസ് നമുക്ക് നമ്മുടെ നോർമൽ മോയ്സ്ചറൈസർ ഇടുന്നതായിരിക്കാം കുറച്ചും കൂടെ ബെറ്റർ. ഇതെനിക്ക് ഒരു മോയ്സ്ചറൈസറായിട്ടോ അല്ലെങ്കിൽ ഒരു സിറമായിട്ടോ യൂസ് ചെയ്യാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. അത് നമുക്ക് നമ്മുടെ നോർമൽ മോയ്സ്ചറൈസറും സിറവും യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ ചോദിക്കുന്നതാണ് സൈഡ് എഫക്റ്റ് വരുമെന്ന്. സൈഡ് എഫക്റ്റ് വരാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. പിന്നെ ഈ ഫ്രാഗ്രൻസ് ഉള്ളത് കൊണ്ട് ചില സ്കിന്നുകാർക്ക് നമുക്ക് ചിലപ്പോൾ അലർജീസോ അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫേസിലിടേണ്ട, ബോഡിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇത് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്ന സ്കിൻ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഓയിലി, കോമ്പിനേഷൻ ആൻഡ് നോർമൽ. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യൂല, ബിക്കോസ് ഓഫ് ഫ്രാഗ്രൻസ് ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട്. ബാക്കി 3 സ്കിൻ ടൈപ്പാർക്കും ബെറ്റർ ആണിത് യൂസ് ചെയ്യുന്നത്. ഇത് വേറെയും കളറിൽ അവൈലബിൾ ആണ്. പക്ഷെ എനിക്കെന്തോ ഈ ഗോൾഡൻ ട്യൂബാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് ഇതിനകത്ത് SPF ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അവിടെ പുറത്ത് പോകുമ്പോഴാണെങ്കിലും കുറച്ചധികം നേരം എനിക്ക് ഹൈഡ്രേഷൻ കിട്ടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുളിച്ചിട്ട് വന്നിട്ടൊക്കെ ഇട്ടാലും, കുളിച്ചിട്ട് വന്നിട്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇടാം. ബിക്കോസ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. സ്കിൻ അങ്ങനെ മോയ്സ്ചറായി അല്ലെങ്കിൽ വെള്ളം ഇരുന്നിട്ട് അതിൻ്റെ പുറത്ത് വെക്കണം, തേക്കണം എന്നുള്ളൊരു ഇതൊന്നും ഇതിനില്ല. എപ്പം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കൂടെ നമ്മുടെ ബാഗിൽ ഉണ്ടാവേണ്ട ഒരു സാധനമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പ്രോഡക്റ്റ്. ഇതില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരെ ആയി തുടങ്ങി എനിക്ക്. ബിക്കോസ് എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിൻ അത്ര അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇത് കിട്ടിയതിൽ പിന്നെ എൻ്റെ സ്കിൻ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആണ്. ഇങ്ങനെ ഡ്രൈ ആയിട്ട് വലിയുന്ന പോലൊന്നും എനിക്ക് തോന്നാറില്ല.
സോ ഇതൊരു മസ്റ്റ് ട്രൈ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിൽ എനിക്കുണ്ടായ കുറച്ച് മാറ്റങ്ങളും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ഇനിയും പുതിയ വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.